ഗോപൻ സാറേ, നമുക്കിന്നൊരു കാര്യം ചെയ്യാം. നമുക്കിന്ന് മാവൊക്കെ പൂക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പം മാവ് പൂക്കുന്ന സമയത്ത് എങ്ങനെ കീടങ്ങളെ അകറ്റി നിർത്താം എന്നുള്ളൊരു ക്ലാസ് ആൾക്കാർക്ക് വേണ്ടി. ഏറ്റവും വലിയ പ്രശ്നം ഈ മാവ് പൂത്തു കഴിഞ്ഞാൽ ഈ മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ വിളഞ്ഞു കഴിഞ്ഞാൽ പുഴുവിൻ്റെ ശല്യമാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള പുഴുവിൻ്റെ ശല്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, മാവ് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് ഈ കീടങ്ങളെ ഒഴിവാക്കുന്നത്, പുഴുശല്യം ഒഴിവാക്കുന്നത് എന്ന ഒരു ക്ലാസ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ക്ലാസ് എന്ന് പറയുന്നത് ഈ മാവ് പൂക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. രണ്ടും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് കീടങ്ങളുടെ കാര്യം തന്നെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാവ് പൂക്കാനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ മാവേൽ വ്യാപകമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ചാൽ മൂവാണ്ടൻ മാവ് ഒഴിച്ച് മറ്റേ അത്യപൂർവമായിട്ടുള്ള ഏതാനും മാങ്ങ ഇനങ്ങളുണ്ട്, നാടൻ മാവൊക്കെ ഉണ്ട്. അതിലൊന്നും പുഴുക്കൾ ഈ കീടങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല. ബാക്കി എല്ലാത്തിലും പുഴുവിൻ്റെ ശല്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000-കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് ഇന്നത്തെ മാങ്ങയുടെ വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ വീടുകളിലും ഉണ്ടാകുന്നത്. നമ്മുടെ അലക്ഷ്യം കാരണമാണ് ശരിക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നത്. തമിഴന്മാർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, അതുകൊണ്ട് അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ അവർ മാരകമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ നമുക്കങ്ങനെ കീടനാശിനികളൊന്നും വ്യാപകമായിട്ട് ഉപയോഗിക്കാതെ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള രീതിയിലുള്ള മാങ്ങ നമുക്ക് വലിയ കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. അതിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, മാവ് പൂക്കുന്ന സമയത്ത് നമുക്ക് ഈ ട്രാപ്പ് തന്നെ അവിടെ വെക്കാൻ പറ്റും. ഈ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ട്രാപ്പ്, ഇതിൻ്റെ എൻട്രാപ്പ്, ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്, ഇതിനകത്ത് ഫെർമോണോടുണ്ട് കേട്ടോ. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 360 രൂപയാണ്. പമ്പയിലാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടിന് കൊടുക്കുന്നുണ്ട് ഇതിന്. അപ്പം ഇതാണ് നമ്മുടെ ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ ട്രാപ്പ് വെക്കുന്നതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യം കൂടെ ചെയ്യണം. അതെന്ന് പറയുന്നത്, മാവിൻ്റെ ചുവട്ടിൽ നമ്മൾ കരിയില കൂട്ടിയിട്ടിട്ട് പുറത്തിച്ചിരി പച്ചലയൊക്കെ ഇട്ടിട്ട് നല്ല പുകച്ചു കൊടുക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോഡ് സൈഡിൽ നിൽക്കുന്ന മാവിൽ കാര്യമായിട്ട് മാങ്ങ ഉണ്ടാകുന്നുണ്ട്. ചില ആൾക്കാർക്ക് പറയുന്നുണ്ട് കാർബൺ മോണോക്സൈഡ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊക്കെ ഒരു കാര്യമായിരിക്കാം ശരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ പോയിക്കാനൊക്കെ ചെല്ലുന്ന മനുഷ്യ സാമീപ്യമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ മനുഷ്യ സാമീപ്യമൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും. ഉണ്ടാകുന്നുണ്ട്. അതുമല്ല, ഒരു കാര്യം ശ്രദ്ധിക്കണം, വഴിസരി നിൽക്കുന്ന തെങ്ങ ഇത് നമ്മുടെ ചെല്ലിയുടെ ശല്യങ്ങളും കുറവാണ്. അപ്പം നമുക്ക് ഇത് എന്ന് പറയുന്നത് ഈ ട്രാപ്പ് രണ്ട് സൈഡ് രണ്ട് ചരട് ഇതേ കെട്ടുക. ഇവിടെ കെട്ടിയ ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് കണ്ടില്ലേ ഇങ്ങനൊരു സംഭവം. ഇതാണ് ഈ ഫെർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം ഇത് പൊട്ടിച്ചിട്ട് ആ ഫെർമോൺ ഇതിനകത്തേക്ക് വെക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഇത് മുഴുവനായിട്ട് വെക്കണം. അത് മുഴുവനായിട്ട് വെക്കണം. ഒരു ജെല്ലിയാണ് ഇത്. മുഴുവനായിട്ട് വെക്കണം. ഇത് മുഴുവനായിട്ട് ഇതിനകത്ത് വെക്കണം. അപ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇത് പൊട്ടിച്ചിട്ടില്ല, എന്നാൽ പോലും നല്ല സ്മെല്ലാണ്. എന്നിട്ട് ഇത് ഇതിനകത്ത് വെക്കുക. എന്നിട്ട് തിരിച്ച് ഇവിടേക്ക് വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ അടയ്ക്കുക. എക്സ്ട്രാ ഇതിപ്പുണ്ട്, ഡീറ്റെയിൽസൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽസൊക്കെ വായിക്കാനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്, പേപ്പറുകളെല്ലാം ഉണ്ട്. ഇതിങ്ങനെ വീണ്ടും അടച്ചു വെക്കുന്നു. എന്നിട്ട് മാവിൻ്റെ, എനിക്ക് പറയാനുള്ള മാവിൻ്റെ ഒരു സ്വല്പം അങ്ങോട്ട് മാറ്റി, ഒരു 4 മീറ്ററോ 5 മീറ്ററോ എല്ലാം അങ്ങോട്ട് മാറ്റി പിന്നെ അങ്ങോട്ട് കൊണ്ട് കെട്ടിത്തൂക്കിയിടുക. എവിടെ വേണമെങ്കിലും കെട്ടിത്തൂക്കിയിടാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, ഞാനാണെങ്കിൽ ഇത് മാവയിലും കെട്ടിത്തൂക്കിയിടും. ഈ മാങ്ങയൊക്കെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ, പൂക്കളാകുന്ന സമയത്ത് ഞാൻ ഷെയ്ഡിൻ്റെ താഴോട്ട് കൊണ്ട് കെട്ടിത്തൂക്കിയിടും, അങ്ങോട്ടങ്ങ് മാറ്റി വരും. അപ്പോൾ എപ്പോഴും ഇത് കണ്ടമാനമായിട്ട് കീടങ്ങൾ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട്. അപ്പോൾ കീടങ്ങൾ കയറുന്നതുണ്ട്, ഇതുവഴിയാണ് കീടങ്ങൾ കയറുന്നത്. രണ്ട് സൈഡിൽ ഇതുപോലെ കയറാനായിട്ട് ചെറിയ ഹോളിൽ കൂടെ കീടത്തിന് കയറാനുള്ള അതിനുള്ള വലിപ്പമേ ഉള്ളത്. ഇതിൽ കയറി ഈച്ചയാണ് ഒരു ചെറിയ പറന്ന് വരുന്ന ഈച്ചയാണ്. അത് വന്നിട്ട് നമുക്ക് ഏകദേശം ഇത്രയും ഭാഗത്തോളം ഇതിനകത്ത് വരും. ഒരാഴ്ച കൂടുമ്പോഴത്തേക്ക് ഇത് കണ്ടമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ, കാരണം ഉള്ളതൊക്കെ ഒരുമാതിരി ഇല്ലാതായി വരുമ്പോഴത്തേക്ക്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫെർമോൺ എന്ന് പറയുന്നത് മാവിന് വരുന്ന കീടങ്ങളെ ഇതിനകത്തേക്ക് ആകർഷിക്കും. അതേപോലെ തന്നെ പച്ചക്കറിക്ക് വരുന്ന കീടങ്ങളെ ഇതിനകത്തേക്ക് ആകർഷിക്കും. രണ്ടിനും കൂടെ ഉള്ള ഫെർമോണായത്. അതേസമയത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫെർമോണും ലഭ്യമാണ്.
നമ്മൾ താഴെ പുകയിടുന്നു. ചരിവ് ഞാൻ മണ്ണിലോട്ട് അല്ല കരിയില ഇടുന്നത്. ചരുവത്തിനകത്ത് കരിയില കൂട്ടിയിട്ടിട്ട് അതിന് മേളിൽ കുറച്ച് ഇലയൊക്കെ ഇട്ടിട്ട് അതിലൂടെയാണ് പുകയിടുന്നത്. അപ്പം മാവേലിലേക്ക് ഈ പുക ചെല്ലുന്ന സമയത്ത് കീടങ്ങൾക്ക് ഒത്തിരി അകന്ന് പോകാനായിട്ടും കൂടെ സഹായിക്കുന്നുണ്ടല്ലോ. പിന്നെ കൂടാതെ ഇത് കെട്ടിത്തൂക്കിയിട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ കുറേ കീടങ്ങൾ ഈ ചെവിൾ വന്ന് വരും. പിന്നെ കാര്യമായിട്ടുള്ള പുഴുശല്യമുള്ളതാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇത് ഇപ്പോൾ നമ്മുടെ സ്റ്റെയിൻസിൻ്റെയാണ് ഈ ട്രാപ്പ്. ഇതേപോലെ തന്നെ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ നിംബിസിഡിനുണ്ട്, ജൈവ കീടനാശിനിയാണ്, വേപ്പാണ്, വേപ്പിൻ്റെ സത്താണ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഇച്ചിരി ഡോസ് കൂടിയാൽ കഴിക്കാം. എന്തായാലും വേപ്പിൻ്റെ കീടനാശിനിയാണല്ലോ. ഒരു ലിറ്ററിന് ഒരു 10 മില്ലി അങ്ങ് ഒഴിക്കാം. 1 ലിറ്ററിൻ്റെ 100 മില്ലിക്ക് 100 മില്ലി എടുക്കും. അല്ലല്ല, 1 ലിറ്റർ വെള്ളത്തിൽ 10 മില്ലി ഒഴിക്കാം. 10 വെച്ച് സ്ട്രോങ് ആയിട്ട് ഇരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യാനായിട്ട് 5 ലിറ്ററിൻ്റെ ഒക്കെ സ്പ്രേ ഉണ്ട്. അത് നോബ് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ നല്ല കാര്യമായിട്ട് നല്ല ദൂരത്തിലേക്ക് പോകും. അങ്ങനെ നല്ലതായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിച്ചിരി ദേഹത്ത് വീണാൽ വലിയ പ്രശ്നമൊന്നുമുള്ള സാധനം ഉണ്ടാവില്ല. അപ്പം ഇതിനകത്തേക്ക് കാര്യമായിട്ട് കീടങ്ങൾ കയറുന്നു. അതേപോലെ തന്നെ നമ്മൾ പുകയിടുന്ന പറഞ്ഞാൽ കീടങ്ങളെ നമുക്ക് അകറ്റാനായിട്ട് സാധിക്കുന്നു. പിന്നെ അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയത്തില്ല, പക്ഷേ കർഷകരൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇപ്പം നമ്മുടെ കക്ക ഇതിൻ്റെ ചവിട്ടി വെതറിയിരുന്നു. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ വർഷം മാങ്ങ ഉണ്ടായ സമയത്ത് ഈ മാങ്ങയെ പുഴുണ്ടായിരുന്നു. ആ പുഴുക്കളുള്ള മാങ്ങ താഴെ വീണ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുട്ടയൊക്കെ ഈ മണ്ണിനകത്ത് കിടപ്പുണ്ട്. ആ മുട്ട ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കക്ക ഇതിൻ്റെ ചവിട്ടി വെതറണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ അത് മാങ്ങ ഉണ്ടാകുന്നതിനെ ബാധിക്കുമോ പൂക്കുന്നതിനെ ബാധിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അത് ഞാൻ പുതുതായിട്ട് ചെയ്യാൻ കർഷകർ പറയുന്നതേ ഉള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതില് നമ്മളിപ്പോൾ ഇതൊന്നും കെട്ടിത്തൂക്കിയത് എന്തുകൊണ്ട് ഏരിയയിലുള്ള സാറേ, ഇത് കണ്ടമോ വലിയൊരു ഏരിയ എന്നുള്ളത് വരും, വലിയൊരു ഏരിയ വരുന്നത്. കാരണം ഇതിനകത്ത് കയറുന്ന കീടങ്ങളുടെ അളവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വലിയൊരു ഏരിയ ഇത് വരിക എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം. എനിക്ക് പച്ചക്കറിക്കൊക്കെ പറയുന്നത് 15 സെന്റ് വരണമെന്നാണ് പറയുന്നതെന്നാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത്. ഒരു മാവിന് ഒരു മാവിന് മതി. കാരണം നമ്മുടെ നാട്ടിൽ കാരണം അതിനൊക്കെ ഉള്ളതല്ലേ ഉള്ളൂ. പക്ഷേ 15 സെന്റിൽ നിന്നുള്ള അല്ല വരുന്നത്. കാരണം വലിയൊരു ഏരിയ ഇത് വരുന്നുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളിപ്പം ഈ കുമ്മായത്തിൻ്റെ കാര്യം പറഞ്ഞു. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ ഈ മണ്ണിലുള്ള ഇതെല്ലാം മാറുമെന്നാണ് പറയുന്നത്. കുമ്മായം ഇട്ടിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ജൈവവളം ചെയ്ത് കൊടുക്കണമെന്ന് കർഷകർ പറയുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് വ്യക്തിപരമായിട്ട് അത് സംബന്ധമായിട്ട് അഭിപ്രായമില്ല. ഞാൻ ചെയ്യുന്നത് ഇതുപോലെ നല്ല വളം. അപ്പം അതൊന്ന് പരണ്ടിയ ശേഷം ഒരു 1.5 കിലോ ഈ അനിമയിലാണെങ്കിൽ ഇതിൻ്റെ ചൂട് മുഴുവൻ ഒന്ന് പരണ്ടിയിടുക. എന്നിട്ട് ആ മണ്ണ് വീണ്ടും എടുത്ത് അവിടേക്ക് ഒന്നിടുക. അത് ഈ അനിമയിൽ എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയൊക്കെ അല്ലേ? ജൈവമായിട്ടുള്ള ഒത്തിരി സ്ഥാനങ്ങൾ എന്തായാലും സാധനം നല്ല അടിപൊളിയാണ്. എൻ്റെ അടിപൊളി സാധനമാണ്. കാരണം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കും. അതേപോലെ തന്നെ പച്ചക്കറി നല്ലതായിട്ട് ഉണ്ടാകാനായിട്ട് സഹായിക്കും. അതേപോലെ തേങ്ങ ഉണ്ടാകാൻ സഹായിക്കും, ചക്ക ഉണ്ടാകാൻ സഹായിക്കും. എൻ്റെ തന്നെ വീട്ടിൽ നിൽക്കുന്ന വിയറ്റ്നാമേറിലൊക്കെ ഇഷ്ടത്തിന് ചക്കയാണ്. അപ്പം അത് ഒന്നിടുക, നല്ല രീതിയിൽ വെള്ളം അടിച്ചു കൊടുക്കുക. പിന്നെ എനിക്കൊന്ന് മാങ്ങയൊക്കെ നല്ല വലിപ്പത്തിലുണ്ടാകാനായിട്ടും അതിന് എൻ്റെ ഒരു ട്രിക്കുണ്ട്. അതൊക്കെ ആവശ്യമായിട്ട് കണ്ടെത്തിയതാണ്. ഞാനൊരു വലിയൊരു 200 ഒരു ഡ്രം മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ ഒരു 20 കിലോ ചാണകം, എന്നിട്ട് കുറേ ചീമക്കൊന്ന ഇലയിനകത്ത്, എന്നിട്ട് ഒരു 2 കിലോ 1 കിലോ 2 കിലോ കടലപ്പിണ്ണാക്ക് മേടിക്കാനത്, എന്നിട്ടൊരു ഇപ്പം കിട്ടിയിരിപ്പുണ്ടത്. അത് എന്നിട്ട് ദിവസം ഒന്ന് ഇളക്കി കൊടുക്കും. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറേ വെള്ളം കൂടെ ചേർത്ത് ഇതിൻ്റെ ചുവട്ടോട്ടം ഒഴിച്ചു കൊടുക്കുക. അപ്പം പേരയ്ക്കായും മാങ്ങയൊക്കെ ആകുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്താൽ മതി പൊതുവെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അല്ലാതെ വളമെന്ന് പറഞ്ഞ് കൂടുതൽ കാശൊന്നും കളയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ മാവിനൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വിപണികൾ ഇഷ്ടത്തിനുണ്ട്. ആലാപനയിലേക്ക് തുടർച്ചയായിട്ട് പല ഭാഗങ്ങളിലും ഒത്തിരി വിപണികളുണ്ടെന്ന്. വിപണികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിൽപ്പന എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടത്തിന് ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലും ആലയിലുണ്ടായ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് തുടർച്ചയായിട്ട് ഇഷ്ടത്തിന് വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും മാങ്ങയൊക്കെ വിൽക്കാമെന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നൊക്കെ മേടിച്ചുകൊണ്ട് പോകും. കാരണം ആൾക്കാർ വലിയൊരു സഹായമായിരുന്നു. കാരണം ഈ മാവിൻ്റെ ഏറ്റവും നമുക്ക് വലിയ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിലാണ് ഈച്ച കുത്തി കളയുക എന്നുള്ള. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മാങ്ങയല്ലേ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തമിഴിന്റെ നാട്ടിലൊന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ മാരകമായിട്ടുള്ള വിഷമൊന്നും അടിക്കണ്ട. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ലഭിക്കും. കൂടാതെ നമുക്ക് പറഞ്ഞില്ലേ, ഇതിന് ഇച്ചിരി കഷ്ടപ്പെടുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാനായിട്ട് നല്ല പ്ലാറ്റ്ഫോമുകളുണ്ട്, നാട്ടുവിപണികളുണ്ട്, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, യാതൊരു പ്രശ്നമില്ല. അപ്പം
സാറും ധൈര്യമായിട്ട് ഇന്ന് Yes, നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ലൊരു കാര്യമാണ്. എനിക്ക് ഓൾറെഡി ഈ സാധനം എൻ്റെ ഭാവയെ കിടപ്പുണ്ട്. ഞാൻ ഇന്ന് തെർമോൺ കൊണ്ട് വെക്കുന്നുണ്ട്. അവിടെ കരിയിലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. ഓക്കെ.